നോക്കി ഇവിടെ ഒരു ഫിഷ് സ്പാ ആണ് കേട്ടോ. നമ്മളെ പൂക്കോട് ലേക്കിന്റെ അടുത്താണ്. അപ്പൊ നമ്മൾ ഈ കൊണ്ടുവന്നിട്ടുള്ള ഈ സാധനം കിറുങ്ങരുത് കേട്ടോ. ഇവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകില്ല. ഇതൊരു പ്രത്യേക തരം നമ്മൾ മണാലിയിൽ നിന്നും കൊണ്ടുവന്ന മലാന ക്രീമാണ്. നമ്മൾ ഒരു കുബൂസിൽ ഏതോ ക്രീം ഒഴിച്ച് പരത്തുന്ന ആ ഒരു യുവതിയെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് സാധനം? സൊല്ലുങ്കോ വാങ്ങിക്കടാ. ഇവിടെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. കമോൺ ഗെറ്റ് റെഡി. ഡേഞ്ചർ ഏരിയ എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കുളിക്കുന്നത് അപകടം. ഞങ്ങൾ ഇതിലെങ്ങനെ നടക്കട്ടെ. ഇവിടെ ഇങ്ങനെ നല്ല നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നടപ്പാത ആവരത് ഓടി വരുന്നുണ്ട്. നല്ല നടപ്പാതയിൽ കൂടെ ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ്. നല്ല രസമുണ്ട്. നല്ല അപ്പോൾ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് വാപ്പിച്ചി മാത്രമല്ല, വാപ്പിച്ചിനെ കൊണ്ട് നമ്മൾ കറങ്ങാൻ ഇറങ്ങുമെന്ന് പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ ദിവസം. ഒന്ന് വാപ്പിച്ചിയുണ്ട്, ഉമ്മച്ചിയുണ്ട്, പിന്നെ നമ്മളുടെ സ്വന്തം ആംബ്രോസും ഇന്നൂട്ടനും ഉണ്ട്. ഇതൊക്കെ ഇവിടെ തിരക്ക്. ഞങ്ങളും പൂക്കോട് ലേക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പൊന്നെ നമ്മളിവിടെ കയറി വരുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വാപ്പിച്ചിയുണ്ട്, ഉമ്മച്ചിയുണ്ട്. യോ ബ്രോ ഇങ്ങോട്ട് നോക്കടാ. പൊന്നെ ഈശ്വൻ ഇങ്ങോട്ട് നോക്കടാ. ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. പെരും തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ്. പിന്നെ ഉള്ള ഒരു പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടോപ്പിലും ഒരു പാർക്കിങ്ങുള്ള ഏറ്റവും താഴെയാണ്. ഇവിടെ എല്ലാവരും വണ്ടി പാർക്ക് ചെയ്ത് വരുന്നവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് താഴെ മുഴുവനും. അപ്പൊ ഗൈസ്, ചക്ക പൊരിച്ചത് എന്തൊക്കെയാണ് വിളിച്ചല്ലേ? ചക്ക പൊരിച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ടാണല്ലോ ഇറങ്ങി. നെസ്റ്റോന്ന് വാങ്ങിയ കുബൂസും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരെയും കൂട്ടിയിട്ട് ഇറങ്ങിയ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ വാപ്പിച്ച് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ആർക്കും ഒരു വിഷമം ഉണ്ടാവരുതല്ലോ. തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചാതി തിരക്കാണ്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. തിരക്കാണ്. പിന്നെ പൂക്കോട് ലേക്കിൽ നല്ലോണം വെള്ളമുണ്ട്. ഇങ്ങോട്ട് നോക്കി തിരക്ക്. നല്ല എമ്പതിൻ്റെ തിരക്കാണ്. ഇതിലെങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളമൊക്കെ ഒന്ന് കാണാം. നല്ല സൂപ്പർ തിരക്കാണ്. ഇവിടെയൊക്കെ വന്നിട്ട് നോക്കട്ടെ. നല്ല തിരക്കാണ്. ഇവിടെയൊക്കെ വന്നിട്ട് ഇവിടെ ബോട്ടിങ്. അവിടെ ഫുള്ള് കച്ചറ കിടക്കുന്നുണ്ട്. ചെക്കന്മാർ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ട്. ചെറിയ ഇതിൻ്റെ പേര് കയാക്കിങ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം അങ്ങോട്ട് നോക്കി നിങ്ങൾ ബോട്ടിങ് കാണുന്നുണ്ടോ? ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടില്ലല്ലേ. സംഭവം സെറ്റ്. ബോട്ടുകൾ സ്പീഡ് ബോട്ടൊന്നും ഇല്ലടാ. നീ സ്പീഡ് ബോട്ട് കയറണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കരമായ കയാക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അവർക്ക് വലിയ ഐഡിയ അല്ല അങ്ങനെ ഓടിക്കാണ്. ഇവിടെ ബോട്ട് കയറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്ടാ മുഴുവനും. എന്നാ വരി കമോൺ. ഇവിടെ പ്ലാസ്റ്റിക് ബാൻ ഏരിയ, പ്ലാസ്റ്റിക് നിരോധിത മേഖല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ മക്കൾക്ക് കളിക്കാനുള്ള സ്ലൈഡിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ്. നല്ല അടിപൊളി ക്ലൈമറ്റ്. മറ്റേ നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് അല്ലേ? മഴ പെയ്യാൻ വരുന്നുണ്ട് പറ്റി പറയുന്നത്. മഴ പെയ്തോട്ടമ്മ. മഴ പെയ്താലാണ് നമുക്ക് എന്തുണ്ടാവുക, ഇപ്രാവശ്യം വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വയനാട്ടിൽ മഴ തീരെയല്ല. നമുക്ക് ഈ സംഭവം പൊളിയല്ലേ. ഇപ്പോൾ പൂക്കോട് എന്താണ് ഉമ്മച്ചിക്ക് പൂക്കോട്ടിനെ പറ്റി പറയാനുള്ളത്? ഉമ്മച്ചിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ആ കുബൂസ് വേഗം തിന്ന പള്ളയിൽ വിശപ്പങ്ങ് മാറുന്നാണ് പറയാനുള്ളത്. പിന്നെ വാപ്പച്ചിക്ക് പൊന്നിനെന്താ പറയാനുള്ളത്? അങ്ങനെയല്ല, ഈ യാത്രയെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അമേസിങ്, എന്താ പറയേ പറയാലോ. വാപ്പച്ചിക്ക് എന്താ പറയാനുള്ളത്? വാപ്പച്ചി ഇന്നലെ ആറാട്ടെണ്ണം പറഞ്ഞ് നടക്കായിരുന്നു. സംഭവം സെറ്റാണ്. സെറ്റ്. ഇവിടെയും അടിപൊളി. നമ്മൾ ഇങ്ങനത്തെ ബോട്ടിൽ കയറാടാ. ഈ ബോട്ടിൽ കയറാം. മോനെ ഇന്നത്തെ പകുതി എത്തിയിട്ട് നടുക്കെത്തുമ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ചാടി അവിടെ നിന്ന് നീന്തിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ കേട്ടോ. സംഭവം വിളിച്ചില്ലടാ. പച്ചപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ജാക്കറ്റൊക്കെ വർക്കിംഗ് ആണോ എന്ന് അറിയില്ല. പെയ്യുമായിരിക്കും. ഇവിടെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. കമോൺ ഗെറ്റ് റെഡി. ഡേഞ്ചർ ഏരിയ എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കുളിക്കുന്നത് അപകടം. ഈ വെള്ളത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും കുളിക്കുമോ? പൂക്കോട് തടാകം എന്നാണ് പേരുള്ളത്. കായ് വരെ വാങ്ങുന്നുണ്ട്. പക്ഷേങ്കിൽ
അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് പായലൊക്കെ നിറഞ്ഞ് ഫുള്ള് കച്ചറ. അതിൽ ലേശം ഇങ്ങനെ വെള്ളം ഒടിക്കാം എന്നുള്ളതല്ലാതെ ഒന്നും നടക്കില്ല. ഇത് അങ്ങോട്ട് നോക്കി ഇവിടെ സൂം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഫുള്ള് പായലൊക്കെ നിറഞ്ഞ് കച്ചറായി കിടക്കുക. വല്ലാത്ത ജാതിയില്ലേ. വേണ്ടോ കയാക്കിങ്ങിൻ്റെ ടീം അത് അതിൻ്റെ മേലേക്ക് കയറ്റിട്ടോ അവസ്ഥയാണ്. അതിമെന്നൊക്കെ തള്ളി പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമല്ല കണ്ടോ ഫുള്ള് പായലും കച്ചറയും അഴുക്കെടുക്കുന്ന ഒന്നുമല്ല. അതൊക്കെ ശരിക്കും ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പൊള്ളിയാവും. ഊട്ടിയിലുള്ളതൊക്കെ എന്ത് സെറ്റപ്പാ. അപ്പോൾ ഗൈസ് നമ്മൾ നെസ്റ്റോയിൽ നിന്ന് വാങ്ങിയ കുബൂസിലേക്ക് ഒരു പ്രത്യേക തരം ലായനി നമ്മൾ അതിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇറങ്ങി ഇരിക്കുന്നതാണ്. കഴിഞ്ഞില്ല വേണ്ട നല്ല ചൂടനാണ്. നല്ല ചൂടൻ നോക്ക്. ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഷാൻ വ്ളോഗ്സ് അല്ല ആംബ്രോസ് എന്നാ വെച്ച് വാട്ടിക്ക് ഒന്ന് നിനക്ക് ഒന്ന് ഉമ്മച്ചിക്കും കൊടുക്കുന്നു. 1 for നിങ്ങൾക്ക് മലയാളിയാ? ഒന്നെടുത്തോ കുബൂസ് ഫ്രഷ് ഒന്നും പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പ്രത്യേക തരം എന്താ പോണ പത്തക നിലയാ. ഇത് ഈ പിടിക്കണ ക്യാമറ ഇത് പിടിക്കും. ഇത് വാച്ച് പിടിക്കുക. ഇങ്ങോട്ട് കാണിക്കും. ഇങ്ങോട്ട് വാ. അപ്പം നമ്മൾ ഈ കൊണ്ടുവന്നിട്ടുള്ള ഈ സാധനം കിറുങ്ങരുത് കേട്ടോ. ഇവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകില്ല. ഇതൊരു പ്രത്യേക തരം നമ്മൾ മണാലിയിൽ നിന്നും കൊണ്ടുവന്ന മലാന ക്രീമാണ്. നമ്മൾ പക്ഷേ എങ്കിൽ ഞങ്ങൾ ടീസ്പൂൺ എടുത്തിട്ടില്ല. ഇത് ഒരു പ്രത്യേക തരം ക്രീമാണ്. പിന്നെ ഇനി ഇതിലേക്ക് ചിന്ന പാൻറിൽ ചെറുതായിട്ട് ആയി എന്ന് തോന്നുന്നു. തിരക്ക് കൂട്ടല്ല അള്ളിയ. അപ്പൊ ഗൈസ് ഈ സാധനം ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരേലേക്ക് വന്നാൽ മാത്രമേ കിട്ടുള്ളൂ. എനിക്ക് കിറങ്ങരുതിട്ടമ്മ. അത് മലാന ക്രീമാണ്. കഞ്ചാവ് ലേഹി എന്ന് പറയുന്നത്. തമിഴും മലയാളമൊക്കെ ഏകദേശം സെയിം. ഒന്ന് സാപ്പിട്ടോ. ഇതില്ല ഇത് എന്നാ തരുമാ. ഇത് ഡേറ്റ്സ് ഇല്ല. ഡേറ്റ് സിറപ്പ് നെസ്റ്റോന്ന് ഇപ്പോതാ വാങ്ങി വന്നേ. ഒന്ന് സാപ്പിട്ടോ. ഒന്നും പ്രശ്നമില്ല. 50-50 ആക്കി സാപ്പിട്ടോ. നമ്മള് കേരള ബൈ ബൈ ആണ്. ബൈ ബൈ എന്താ പറയാ വെച്ചേ. അപ്പൊ ഗൈസ് നമ്മൾ ഈ സാധനം അത് മലാന ക്രീം ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും അത് ക്രീം കണ്ടിട്ട് മലാന ക്രീമാണ്. ഇത് ഒറിജിനൽ ഡിപ്സാണ് കേട്ടോ. ഈ ഡേറ്റ്സിൻ്റെ ഈത്തപ്പഴത്തിൻ്റെ സാധനമാണ്. വെറൈറ്റി ടേസ്റ്റ്. ഇമ്മച്ചി അത് പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന നല്ല ചൂടൻ കുബൂസും നെസ്റ്റോന്ന് കൽപ്പറ്റെന്ന് വാങ്ങിയ സൂപ്പർ. ഇപ്പം എവിടെ നിൽക്കുന്ന നോക്കി ഇങ്ങോട്ട് ഒരു പൊളി വൈബാണ്. പൂക്കോട് ലേക്കിൻ്റെ കരയിൽ അവിടെ ഇരിക്കുന്നു വാപ്പിച്ച് മക്കളും പിന്നെ ഉമ്മച്ചിയും. ടീസ്പൂൺ എടുക്കാൻ മറന്നുപോയി. ഒരു കുബൂസിൽ ഏതോ ക്രീം ഒഴിച്ച് പരത്തുന്ന ആ ഒരു യുവതിയെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് സാധനം? സൊല്ലുങ്കോ വാങ്ങിക്കടാ. ഇവർക്ക് ഇഷ്ടമായി തോന്നുന്നു. ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിലാക്സ് ആയിട്ടോ. നമ്മൾ റിലാക്സ് ആവുക എന്നുള്ളതാണ്. നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് സുൽഫിയും കുഞ്ഞിയും മിസ് ചെയ്യും നമ്മളുടെ ഈ വീഡിയോ കാണുമ്പോൾ. ഇല്ലടാ കുഞ്ഞു പറയാം അപ്പച്ചി എന്നെ കൂട്ടാണ്ട് പോയി എന്ന് പറഞ്ഞ ഒരേ കച്ചറായിരിക്കും. അപ്പം ഞങ്ങൾ ബോട്ടിൽ കയറണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഉമ്മച്ചി പറയുന്ന ബോട്ടിൽ കയറണ്ട എന്നുള്ളതാണ്. ഇവിടെ ഒന്നും ഒരു സെറ്റപ്പ് ഇല്ല. വളരെ മൃഗീയവും പൈശാചികവുമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുക. ഭയങ്കര സെറ്റപ്പാണ്. പിന്നെ അത് മാത്രമല്ല, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പേയ്മെൻറ്റുകളൊന്നും എന്തെടുക്കുന്നില്ല, ക്യാഷ് മാത്രമേ എടുക്കുന്നുള്ളൂ.
അല്ലാതെ ഓൺലൈൻ പേയ്മെൻറ്റുകളൊന്നുമില്ല, നെറ്റ്വർക്ക് ഇല്ല എന്നൊക്കെ പറയുന്നത്. ഇന്നലെ എടക്കൽ കേവിൽ പോയപ്പോൾ അവിടെയും പറയുന്നത് അവിടെ നെറ്റ്വർക്ക് ഇല്ല. പാർക്കിങ്ങിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാർക്കിങ്ങിൻ്റെ ആൾക്കാരും പറയുന്നത് ഇവിടെ നെറ്റ്വർക്ക് ഇല്ല, പൈസ തന്നെ കയ്യിൽ തരണം. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ സ്ലിപ്പില്ല, സ്ലിപ്പൊക്കെ എഴുതിയിട്ടാണ് തരുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങോട്ട് നോക്ക്, എന്ത് ചെയ്യുമെന്നറിയില്ല. അപ്പോൾ വായിച്ചേ ഹാപ്പി. ഇവിടെ ചക്ക പുരക്കൽ ത്രസ്യാമ അല്ല ചക്ക ഫ്രൈ കൊണ്ടുവന്ന് വെച്ചിട്ട് തിന്നുന്ന ആംബ്രൂസും, ഇവിടെ മലാന ക്രീം തേച്ച് തിന്നുന്ന പറ്റുമാ. അപ്പോൾ നല്ല ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ശരിക്കും ഡിപ്സും ഈത്തപ്പഴം ഉണ്ടായിരുന്നു. നല്ല പൊന്നെ വാടാ. ഡിപ്സും ഈത്തപ്പഴമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇതിലേന്ന് നടക്കണ്ടോ. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആംബിയൻസ്, നല്ല ഗ്രീനറിയാണ്, ഫുള്ള് നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അമ്മച്ചിനെ പാപ്പച്ചിനെയൊക്കെ കൂട്ടിയ ആ ഒരു സന്തോഷത്തിൽ നല്ല സൂപ്പറായിട്ട് ഇതിലിങ്ങനെ നടന്നു നോക്കുക. ഗ്രീനറൊക്കെ ഏതാമിയാമിയായിട്ടില്ലേ ഇവിടെ ഫുള്ള്. ഇവിടെയൊക്കെ ബോട്ടിങ്, പക്ഷേ ഇവിടെ ഈ സൈഡൊക്കെ ഫുള്ള് കച്ചറ നിറഞ്ഞ് കിടക്കട്ടോ. ഈ സൈഡ് കണ്ടില്ലേ, കംപ്ലീറ്റ് കച്ചറ. ഈ സൈഡ് ഫുള്ള് ഗ്രീനറി. യെസ് കമോൺ ലെറ്റ്സ് ഗോ. ഞങ്ങൾ ഇതിലെങ്ങനെ നടക്കട്ടെ. ഇവിടെ ഇങ്ങനെ നല്ല നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നടപ്പാത ആപുരത ഓടി വരുന്നുണ്ട്. നല്ല നടപ്പാതയിൽ കൂടെ ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ്. നല്ല രസമുണ്ട്, നല്ലൊരു എന്താ പറയുക, നല്ലൊരു ആംബിയൻസ്, നല്ല രസമുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഈ ഒരു ഗ്രീനറി ഇങ്ങനെ നോക്കി ഇമ്മച്ചിനെയും വാപ്പച്ചിനെയും ഞങ്ങൾ എന്താക്കിയെന്നറിയോ, അവിടെ ഇരുന്നോളാൻ പറഞ്ഞ്. അപ്പോൾ പിന്നെ വലിയ സീനൊന്നും ഇല്ലല്ലോ. സംഭവം എന്തായാലും നല്ല ആംബിയൻസ്, നല്ല ഓടല്ലേ സംഭവം, നല്ലൊരു ആംബിയൻസ്, നല്ലൊരു സെറ്റപ്പ് ഉണ്ട്. ഐ ലൈക്ക് ഇറ്റ്. സംഭവം സെറ്റപ്പ്, നല്ലൊരു നല്ല ക്ലൈമറ്റ് അല്ല ബ്രോ. മഴയല്ല, പക്ഷേ ഇവിടുന്ന് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങുന്നതായിരിക്കും. അപ്പോൾ കഴിച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു. അത് അമ്മച്ചിൻ്റെ പേരൊക്കെ അടിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇടരുത് കേട്ടോ. ഇവിടെ ആരോ ബ്രോസ്റ്റഡ് എന്തോ കഴിച്ചിട്ട് അവിടെ ഇട്ടിടിച്ചിട്ട് അതിൻ്റെ ഫോൺ കളയാനായിട്ടില്ല. വായിച്ചാൽ എടുത്ത് വേഗിലിട്ട് കൊണ്ടുപോകാം, പുറത്താ കളയാം. അപ്പോൾ കഴിച്ച് ഞങ്ങൾ ഇതാ ഭക്ഷണം കഴിച്ച ഏരിയയിൽ നിന്നും എണീറ്റ് പോവുകയാണ്. വാപ്പച്ചി ഈ ഷർട്ട് ഇട്ടിട്ടല്ലോ വെച്ചാൽ നമ്മൾ എടക്കൽ കേവിൽ പോയത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനത്തെ 3 ഷർട്ട് വാപ്പച്ചിക്കുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇട്ടത്. ഇപ്പോൾ വാപ്പയ്ക്ക് ഷർട്ടില്ലാതെ പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. അപ്പോൾ നമ്മൾ പോവാം. കമോൺ ലെറ്റ്സ് ഗോ. അമ്മച്ചേ നമ്മൾ പൊളിച്ചില്ലേ. ഇനി നിങ്ങളെ ഞാൻ എവിടെ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാകരുത്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നില്ലേ, പാപ്പനെ ഞാൻ കൊണ്ടുപോകുന്നില്ലേ, ഇനി എൻ്റെ കൂടെ പോരാ നിങ്ങൾ. അല്ലാതെ അപ്പോൾ കാഴ്ച വരുന്ന വഴിക്ക് നമ്മൾ അമ്മച്ചിൻ്റെയും പാപ്പച്ചിൻ്റെയും സന്തോഷമല്ലേ നമ്മളെ സന്തോഷം. ഓൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ടോ. അവരുടെ സന്തോഷമാണല്ലോ നമ്മൾ. ഇതൊക്കെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടോ. ബോട്ടുകൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാ ഇവിടെ 2 തൊലിയാർമണിയന്മാർ ഇവിടെ നടക്കുന്നുണ്ട്. ഉമ്മച്ചിയും പാപ്പച്ചിയും അവിടെ നിന്നും വരുന്നുണ്ട്. ഒക്കെ ബോട്ടിങ്ങിന് നിൽക്കുന്ന ആൾക്കാരാണ്. അവിടെ ബോട്ടിങ് ടൈമിംഗ് 9 മണി മുതൽ 5 മണി വരെ. സ്വിമ്മിങ് ഈസ് ഡേഞ്ചറസ്, ഡു നോട്ട് പ്ലക്ക് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് ഒന്നും പറിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഫ്ലവേഴ്സ് ഒന്നും കാണുന്നില്ല. അവിടെ ഒരു പാനിപൂരിൻ്റെ ഒക്കെ ഒരു കഫേ ആണെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ അത് ഇങ്ങോട്ട് വരുമ്പോൾ അക്വേറിയം സ്പാ, ഫിഷ് സ്പാ, അവിടെയും ടിക്കറ്റൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ്ട് ബോട്ടിങ് ഇങ്ങോട്ട് നോക്ക്. നല്ല ആംബിയൻസ്, നല്ല സ്ഥലമൊക്കെയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞ് തിരിച്ചെടുക്കുകയാണെങ്കിൽ, അവിടെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ കച്ചറ എന്ന് പറഞ്ഞില്ലേ, കച്ചറയാണെന്ന് ആൾക്കാർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കച്ചറയാണെന്ന് വിചാരിച്ചാൽ, പക്ഷേ എങ്കിൽ അത് ആമ്പലായിരുന്നു കേട്ടോ. വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ആമ്പൽ വിരിഞ്ഞ് വരുന്നതാണ് എന്നാണ് 1-2 ആളുകൾ എന്നോട് പറഞ്ഞു. ഓക്കെ ഉണ്ടോ, ഇതൊക്കെ ഇവിടെ കട്ടപ്പുറത്ത് കുറേ ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. എന്താണ് ചോദിച്ചത്, പറയൂ. എന്ത് മീൻ? ഇവിടെ മീനിനൊന്നും കിട്ടില്ല. എന്താ ഇവിടെ വാപ്പിച്ച് വന്നിട്ടുണ്ട്. വാപ്പിച്ച് പൊളിച്ചില്ല നമ്മൾ. ഞാനൊന്ന് ബോട്ട് കയറട്ടെ. ഞാൻ ബോട്ട് കയറാന്ന് പറഞ്ഞിട്ട് ഇവർ സമ്മതിക്കുന്നില്ല. കൈ വേദന എടുക്കുന്നത് പിടിയാളിയാ. ബോട്ടിൽ കയറാൻ സമ്മതിക്കുന്നില്ല. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയാണത്രേ, പേടി. കണ്ടത്ര ആൾക്കാർ ബോട്ട് കയറുന്നുണ്ട്. ഇവിടെ അലങ്കാര മത്സ്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഫിഷറീസ് വകുപ്പ് അക്വേറിയം. വലിയ മീനൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ കോഴിക്കാർപ്പൊക്കെ ഉണ്ട്. ആ ഉണ്ടല്ലേ കണ്ട കോഴിക്കാർപ്പ്, അടിപൊളി കോഴിക്കാർപ്പുണ്ട്. സക്കറുണ്ട്, സുക്കറുണ്ട്. ഇതിലെന്താടല്ല, ആ ഇതിലൊരു സൈസ് ചെറിയ മീൻ. ആ ഇതെന്താടാ, പിലോപ്പി എങ്ങനെയാണെന്ന് തോന്നിട്ടോ ഇതിൽ കാണുന്നുണ്ട്. എവിടെ നമ്മുടെ ഇതിൽ വലിയ ആമകളുണ്ട്. ആമകളൊക്കെ ഉണ്ട്. അത് അവിടെ ഒരു ആമ, പിന്നെ അവിടെ ഒരു വലിയ മീന്. ഇതിലും എല്ലാം വലിയ മീനുണ്ട് കേട്ടോ.
ഇത് പിലോപ്പി എങ്ങാനൊന്നും പിലോപ്പി സിലോപ്പി എന്തെങ്കിലും പറയാൻ പറയില്ല കണ്ടത്. എന്നാൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതാണ് അറാപ്പയും ഇതാന്ന് തോന്നുന്നത്. ഇവിടെ ഒരു വലിയ മീനുണ്ട് കേട്ടോ. അത് എന്ത് മീനാന്ന് എനിക്കറിയില്ല. ഇതിന്റെ മീൻ അറിയുന്നവരൊന്ന് കണ്ടി. പിന്നെ ഇവിടെ ഒരു ചെറിയ അക്വേറിയം ഉണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് ഗോൾഡ് ഫിഷ്. പക്ഷെ 2 രൂപ 5 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. ഇവർക്കൊരു വരുമാനം ആവുമല്ലോ. ഇത് സംഭവം സെറ്റ്. ഇതൊക്കെ ഇത് അടിപൊളി. ഇതിൽ കുറേ ഗപ്പീസ് ആണെന്ന് തോന്നുന്ന ചെറിയ മീനുകൾ വെച്ചിട്ടുണ്ട്. ഇതിൽ വലിയ മീനുണ്ട് എന്തോന്നടേ. ഇതിലത്തെ കുറേ ചെറിയ മീനുകളുണ്ട്. ഇതിലൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാണുന്നില്ല എന്താ. ഇവിടെ വരുമ്പോൾ ഇവിടെ വേറെ കുറേ മീനുകൾ. ഇതെന്ത് മീനാ? ഇത് മുള്ളമീനിന്റെ മഞ്ഞ കളറുള്ള മുള്ളമീൻ. ഇതിന്റെ ഒന്നും പേരറിയില്ല. ഇതിലൊക്കെ മീനുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു അടിപൊളിയാട്ടോ. സംഭവം സെറ്റ്. എന്റെ മോനെ ആവശ്യം മറ്റേ ഇതൊക്കെ ഇതൊരു അടിപൊളി വലിയ മീന്. ശരിയോ? ഇത് അടിപൊളി സാധനം. ഏത് ബാബുചാറ് ശരി എന്നല്ല. GN ഗൗരാമി എന്ന് പറയുന്ന മീൻ. സൗദിയാണ് ശരി എന്നിട്ടാ ബാബുജി മീനിന്റെ പേര് പറയുന്നത്. അപ്പൊ ഞങ്ങളിവിടെ എന്തായിരുന്നു, ഇവിടെ ഒരു ഫിഷ് സ്പാ ഉണ്ട് കേട്ടോ. ഫിഷ് സ്പാ. അപ്പോൾ ഇന്നോട്ടം പറഞ്ഞ് വേണമെന്നുള്ള. അപ്പോൾ ഈ കാലിൽ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുക കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി. സാധാ വെള്ളത്തിലൊന്ന് ക്ലീൻ ചെയ്യും. ആൾക്കാർ കരയുന്നത് എങ്ങനെ വെക്ക് താഴ്ത്തി വെക്കണം പൊട്ടന്മാരെ. ഇങ്ങോട്ട് എല്ലാരും കൂടി ഇവിടെ വരില്ലേ? അവർക്ക് മീനെ കിട്ടൂല. പിന്നെ ഇത് കാലിലും മീന് വെച്ച കാല് പാൻറ് നോക്കി വെക്കണം. നിങ്ങളെ കാലിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോ ഇതാണ്ടോ ഈ കാലില് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ സംഭവം. എങ്ങനെയുണ്ട് മാ? കാലില് ഫുള്ള് ഇതായിട്ട്. ശരിക്കും ഞങ്ങൾ വന്നപ്പോൾ അവരെ കാലിലുള്ളതൊക്കെ നമ്മളെ കാലിലേക്ക് വന്നത്. താഴ്ത്തി 2 കാലും വെക്ക്. താഴ്ത്തി വെക്ക്. പൈസ കൊടുത്ത് മുതലാക്കണമെങ്കിൽ സംഭവം ഇവിടെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. 70 ഉറുപ്പിയുള്ളൂ 10 മിനിറ്റിനേക്ക്. ഇവിടെ വരുന്നവർ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊള്ളിയായി കേട്ടോ. ഇത് നേരെ പൊക്കിയെടുത്ത് ചട്ടിയിലിടുക, ഫ്രൈ ആക്കുക. എന്ത് മീനായിരിക്കും? പൊളിയല്ലേ? പൊളിച്ചില്ലടാ? ഹാപ്പി ആയില്ലടാ? മതകം തലയാ എന്തുകൊണ്ട് കാലം ഒരു കാലം വന്നു. അമ്മച്ചി അങ്ങോട്ട് നീക്കത്തില്ല. ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഫിഷ് സ്പാ. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ അഭിപ്രായം? പൊളിച്ചടിക്കില്ലേ? അമ്മച്ചിന്റെ അഭിപ്രായം എന്താ? അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാ ഇവിടെ ടീമുകൾ ഊഞ്ഞാലാടുന്നതാ. ഇതാ ഇവിടെ ഊഞ്ഞാലാടുന്ന 2 ആളും. നിങ്ങൾക്ക് ഇതൂടെ തേനെല്ലിക്കൊക്കെ ഉണ്ടോ? നല്ല അടിപൊളി തേനെല്ലിക്കൊക്കെ ഉണ്ട് കേട്ടോ. ഹണി അംല മെയ്ഡ് ഇൻ വയനാട്, പ്രോഡക്റ്റ് ഓഫ് വയനാട്. ഇതൊന്നും വാങ്ങിയാലോടാ? ഇതെത്രയാ? ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗാന്ധി ഗ്രാമം. മറ്റേ നെല്ലിക്ക ഗാന്ധി ഗ്രാമം വയനാട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ എന്താ? തക്കാളി പപ്പടം. പൊട്ടിക്കല്ല യോ ബ്രോ. ഇവിടെ വേറെ അടിപൊളി പരിപാടികളുണ്ട് കേട്ടോ.
ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് ഇതാ ഇവിടെ ജംബോ ജെന്റ് സ്വിങ് എന്ന് പറഞ്ഞിട്ട് മറ്റേതാ കാണുന്നുണ്ട് ഇങ്ങോട്ട് ഒരു സാധനം അയിമലിരുത്തിയിട്ട് ഇങ്ങനെ വാട്ടിങ് വിടും. അതേമാതിരി ഇവിടെ ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, ചെറിയ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് താണ്ട് അങ്ങോട്ട് നോക്കി, അതൊരു ഗ്ലാസ് ബ്രിഡ്ജാണ്. സംഭവം കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ്, ചാർജ് എത്ര അറിയില്ല. പിന്നെ കിഡ്സ് പ്ലേ എന്ന് പറഞ്ഞിട്ട് ചെറിയ മക്കൾക്ക് കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പാർക്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാണ്ടോ ഗ്ലാസ് ബ്രിഡ്ജ്. ചെറിയതാണെങ്കിലും നല്ല രസമുണ്ട്, ഇവിടെ വരുന്നവർക്ക് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സംഭവം പൊളിയില്ലേ. ഇങ്ങനെ അപ്പൊ ഗായ്സ് നിൽക്കുമ്പോ അപ്പൊ ഗായ്സ് നിക്കടി പൂട്ടാനായിട്ടില്ല. അപ്പൊ ഗായ്സ് ഞങ്ങൾ ഇന്ന് പൂക്കോടൊക്കെ പോയി. ഇന്ന് വാപ്പച്ചി, ഇമ്മച്ചി, ആംബ്രൂസ്, ഇഷാൻ വ്ളോഗ്സ്, പിന്നെ കുഞ്ഞോളപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ നാട്ടുകാർക്ക് സന്തോഷം കൊടുക്കുന്നതിന് മുൻപ് വീട്ടുകാർക്ക് സന്തോഷം കൊടുക്കണം, എന്നാലേ നമുക്ക് നാട്ടുകാർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, സീ യു, ബൈ ബൈ. അടക്കല്ലോ അപ്പേ.